നെയ്യാറ്റിൻകരയിൽ വൻ ആയുധവേട്ട. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ബാലരാപുരം തേമ്പാമൂട്ടത്ത് പുത്രക്കാട്ടിൽ വൻ ആയുധ ശേഖരം കഴിഞ്ഞ ദിവസം കണ്ടെത്തി. പുത്രക്കാട്ടിലെ വാട്ടർ ടാങ്കിന് സമീപം ചാക്കുകെട്ടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ആയുധ ശേഖരം കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കരുതൽ തടങ്കിനായി ബാലരാപുരം മേഖലയിലെ ഗുണ്ടകളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ പോയ അവസരത്തിലാണ് പോലീസ് ചാക്കുകെട്ടും ആയുധശേഖരവും കണ്ടെത്തുന്നത്. നമ്മോടൊപ്പം ബാലരാമപുരം ലേഖകൻ പ്രദീപ് ചേരുകയാണ്. എന്താണ് പ്രദീപേ, ബാലരാമപുരത്ത് എന്താണ് സംഭവം? നമസ്കാരം രതികുമാർ, ഞാനിപ്പോൾ ബാലരാമപുരത്താണുള്ളത്. നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം SP ജുവനപ്പൊടി മഹേഷിൻ്റെയും നെയ്യാറ്റിൻകര DYSP G സുനിൽകുമാറിൻ്റെയും നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര പോലീസ് സബ് ഡിവിഷന് കീഴിലുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്തി വരുന്നതിനിടയിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. ബാലരാമപുരം തേമ്പാമുട്ടത്ത് പുത്രക്കാട്ടിലാണ് വൻ ആയുധശേഖരം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുത്രക്കാട്ടിലെ വാട്ടർ ടാങ്കിന് സമീപത്ത് നിന്നാണ് ചാക്കുകെട്ടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ആയുധശേഖരം കണ്ടെത്തിയത്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കരുതൽ തടങ്കലിനായി ബാലരാമപുരം മേഖലകളിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കസ്റ്റഡിയിലെടുക്കാൻ പരിശോധന നടത്തുന്നതിനിടയിലാണ് പോലീസ് ആയുധശേഖരം കണ്ടെത്തിയത്. ചാക്കിനുള്ളിൽ നിന്ന് വാളുകൾ, മഴു, വെട്ടുകത്തികൾ, പൈപ്പ്, ഇരുമ്പ് ദണ്ഡുകൾ, ഓലപ്പടക്കങ്ങൾ, ഗുണ്ട് എന്നിവ കണ്ടെടുത്തു. 4 മാസം മുൻപ് ബാലരാമപുരം സ്റ്റേഷൻ പരിധിയിലെ റെയിൽവേ ട്രാക്കിന് സമീപത്തെ കല്യാണ മണ്ഡപത്തിൽ അടിപിടി നടന്നിരുന്നു. ഈ സംഭവവുമായി ആയുധശേഖരം കണ്ടെത്തിയതിന് ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് ബാലരാമപുരം പോലീസ് അറിയിച്ചു. ഈ കേസുകളിലെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കരുതൽ തടങ്കലിൻ്റെ ഭാഗമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴാണ് ആയുധശേഖരം കണ്ടെത്തിയത്. കണ്ടെത്തിയ ആയുധങ്ങൾ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. ബാലരാമപുരം SHO അഭിലാഷ് AL, MS അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ആയുധശേഖരം കണ്ടെത്തിയത്. ഇലക്ഷനോട് ബന്ധപ്പെട്ട് കോളനികളൊക്കെ കേന്ദ്രീകരിച്ച് കൂടുതൽ പട്രോളിംഗ് ശക്തമാക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട റൂറൽ SP-യുടെ നിർദ്ദേശാനുസരണം കോളനികളിൽ നമ്മൾ പട്രോളിംഗ് ശക്തമാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു സർപ്രൈസിങ് ചെക്കിങ്ങിലാണ് പുത്രക്കാട് കോളനി ഒരു വാട്ടർ ടാങ്കിൻ്റെ ഷെഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ കുറച്ച് വാളുകളും മഴു ഇതൊക്കെ നമുക്ക് സീസ് ചെയ്തു. ഇത് ആര് എവിടുന്ന് കൊണ്ടുവന്നു എന്നതിനെപ്പറ്റി നമുക്കത് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇനിയും കൂടുതൽ ഇതേപോലുള്ള സെർച്ചുകൾ കണ്ടക്ട് ചെയ്ത് ഇത്തരത്തിൽ എവിടെ എങ്ങനെ സീസ് ചെയ്തിട്ട് ഈ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ സീസ് ചെയ്യുന്നതിനുള്ള നടപടികൾ കാര്യങ്ങൾ അതുപോലെ തന്നെ കൂടുതൽ ഈ പട്രോളിങ് ഇത്തരം ഭാഗങ്ങളിലൊക്കെ എൻഹാൻസ് ചെയ്യുന്നതിനുള്ള നടപടികളും ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ചെയ്തിട്ടുണ്ട്. യുവേസ് മീഡിയ TV വേണ്ടി ബാലരാമപുരത്തു നിന്നും പ്രദീപ്.